जो सरकार दो आलम सल्लल्लाहु अलैहि वसल्लम अपने सहाबा को तरबियत दिए हैं, उनके ज़ाहिर और उनके बातिन के जो इस्लाह किए हैं, जो अल्लाह के ख़िलाफ़ जो वो ज़िंदगी गुजारते थे, जब मोहम्मदुर रसूलुल्लाह की सोबत अख्तियार किए तो अल्लाह की मोहब्बत में जो ज़िंदगी गुजारे हैं, जो रास्ते पर मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने उनको लेकर चला है, वो रास्ता सहाबा ने चुना और वही रास्ते पर सहाबा भी गामजन रहे। इस सहाबा के बाद ताबईन, तबुत ताबईन, औलिया अल्लाह, जिसमें से हुजूर सैयदना अब्दुल क़ादिर जिलानी रज़ी अल्लाह तआला, आपने क्या इरशाद फरमाया, मेरा कदम मोहम्मदुर रसूलुल्लाह के नक्श कदम पर। हर वली किसी न किसी नबी की इत्तबा करता है, लेकिन मैं अगर कर रहा हूं तो मोहम्मदुर रसूलुल्लाह। तो दर हकीकत जो सिलसिले से अल्लाह हमको वाबस्ता किया है, सिलसिले क़ादिरिया चिश्तिया हो, ये दर हकीकत मोहम्मदुर रसूलुल्लाह का बतलाया हुआ रास्ता है, तरीक़ा है। अल्हम्दुलिल्लाह, ये चिश्तिया सिलसिला, क़ादिरिया सिलसिले से अल्लाह हमको जो वाबस्ता किया बज़रिए हमारे शेख के, तो अल्हम्दुलिल्लाह हम नूरी भी बने, हम आरिफी भी बने। ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ബാഹ്യ ജീവിതത്തെയും നന്നാക്കി കൊടുത്തു, അവരുടെ ആന്തരികത്തെയും അള്ളാഹുവിൻ്റെ റസൂല് മാറ്റിക്കൊടുത്തു, നന്നാക്കി കൊടുത്തു. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തെറ്റുകളിലും കുറ്റങ്ങളിലും മാത്രമായി ജീവിച്ചിരുന്ന ജനങ്ങളെ അവരെ ബാഹ്യവും ആന്തരികവും സംശുദ്ധമാക്കിക്കൊണ്ട് അവരെ വളർത്തിയെടുക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചതായ ആ ജീവിത മാർഗത്തിലൂടെ, ആ രേഖയിലൂടെ മഹാന്മാരായ സ്വഹാബത്ത് ജീവിച്ചു പോരുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാന്മാരായ സ്വഹാബത്ത് പകർന്നെടുത്ത ആ ബാഹ്യ ആന്തരിക മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ അവർ ശേഷം വന്ന തലമുറയിലേക്ക് പകർന്നു കൊടുത്തു. അവരവർക്ക് ശേഷമുള്ള ഇമാമിയങ്ങളിലേക്കും ഔലിയാക്കളിലേക്കും പകർന്നു കൊടുത്തു. അങ്ങനെ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന അതേ മാർഗമാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയത്, ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോകത്തുള്ള എല്ലാ ഔലിയാക്കളും ഏതെങ്കിലും ഒരു നബിയുടെ മാതൃകയിലായിക്കൊണ്ട്, അവരുടെ കദമിലായിക്കൊണ്ടാണ് ഈ ലോകത്ത് വന്നിട്ടുള്ളതെങ്കിൽ, ഞാൻ ഈ ലോകത്ത് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാതൃകയെ, അവിടുത്തെ കദമിനെ ഏറ്റെടുത്തുകൊണ്ട് അതിനെയാണ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്നത്. ഇങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ ബാഹ്യത്തെയും ആന്തരികത്തെയും ശുദ്ധീകരിക്കുന്ന ഈ മാർഗം ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിലൂടെ, ബഹുമാനപ്പെട്ട ഖാജ മൊഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹുവിലൂടെ സാധുക്കളായ നമ്മുടെ കരങ്ങളിലെത്തിയപ്പോൾ നമ്മുടെ ശൈഖിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് അവർ കാരണമായി ഇന്ന് നാം നൂരിയുമായിരിക്കുകയാണ്, ഇന്ന് നാം ആരിഫിയുമായിരിക്കുകയാണ്.